നമസ്കാരം സുഹൃത്തുക്കളെ, ഈ ന്യൂ വിഷൻ മയ്യനാടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മയ്യനാട് പെട്രോൾ പമ്പിന് സമീപമുള്ള ഈ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് ശേഖരണത്തിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ മുമ്പിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വളരെ ശോചനീയമായ രീതിയിലാണ്, വളരെ ഫുള്ള് കെട്ടിക്കിടക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടി ലൈൻ കമ്പികൾ വരെ പോകുന്നുണ്ട്. വെളിയിലും അകത്തുമായിട്ട് നിറച്ച് പ്ലാസ്റ്റിക് ശേഖരണമാണുള്ളത്. സമീപവാസികളുടെ പ്രതികരണങ്ങൾ ഇതിനകത്തുണ്ട്. അവർ എത്രയും പെട്ടെന്ന് ഇത് മാറ്റണം എന്നാണ്. അപകട സാധ്യത ഏറെ കൂടുതലാണ്. അതിനു മുമ്പായിട്ട് ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാണ് സമീപ പ്രദേശത്തുള്ള ആൾക്കാർ പറയുന്നത്. പ്രിയമുള്ള നാട്ടുകാരെ, കാരണം ഞാൻ ഈ വീഡിയോയിൽ വരുന്ന പല പ്രാവശ്യവും ഞാൻ പഞ്ചായത്തിന് പരാതിപ്പെടുകയും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയും ചെയ്തതാണ്. കാരണം ഹരിത കർമ്മസേനയുടെ പ്ലാസ്റ്റിക് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ 15-ാം വാർഡിൽ തോപ്പൻമുക്കിൽ ഈ മിനി ഓഡിറ്റോറിയത്തിൽ പ്ലാസ്റ്റിക് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ പ്ലാസ്റ്റിക് ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒരു സുരക്ഷിതത്വം ഇല്ല. സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയമോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. കാരണം ഒരു പ്രദേശത്തിൻ്റെ ഒരു വൻ ദുരന്തമാണ്. കാരണം ഈ പ്ലാസ്റ്റിക് ഡംപ് ചെയ്തിട്ട് ലൈനുകൾ പോയി ലൈൻ ടച്ച് ചെയ്തിരിക്കുക. അപ്പോൾ ഞാനത് സൂചിപ്പിച്ചു, ഇതാരും മുൻകൈയെടുത്ത് വരുന്നില്ല. ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഓടി വരിക, അത് സഹതപിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അത് ഈ പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടി ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യാനുള്ള നടപടിക്രമം നിങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. ടച്ച് ചെയ്ത് വെച്ചാക്കിയാണ് പ്ലാസ്റ്റിക് ശേഖരണം. ഇത് തീ പിടിക്കാൻ വേറെ എങ്ങും പോയി പറയണ്ട. ഇത് ഞാൻ ഇത് കാര്യങ്ങളൊക്കെ മെമ്പറുടെ അടുത്ത്, നമ്മളെ പ്രസിഡൻ്റിൻ്റെ അടുത്ത് വരെ നമ്മൾ ബോധിപ്പിച്ചതാണ്. അവർ ചെയ്യത്തില്ല, മനഃപൂർവ്വം ചെയ്തില്ല. കാരണം ഇത് രാത്രി ഒരു 12-1 മണി ആകുമ്പോഴത്തേക്കാണ് ഇവിടെ ഇരുന്ന് ആൾക്കാർ വെള്ളം അടിച്ച് കഴിഞ്ഞ് ഷർട്ട് വലിച്ച് ഇടിച്ചൊക്കെ ഇത് കത്തി നാശമാണ്. അത് പറഞ്ഞിട്ട് കേൾക്കത്തില്ല. എന്തോ ചെയ്യാനാണ്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഈ പോസ്റ്റിൽ, രാത്രി പോസ്റ്റിൽ ലൈറ്റില്ല. ഇത് വീഡിയോ പിടിക്കുക. ഇതാണ്ട സർവീസ് ലൈനും കണ്ട. ഞാനിത് വീഡിയോ പിടിച്ചോണ്ടിരിക്കുക. ഇന്നലെ വിളിച്ച് പറഞ്ഞു,